കമ്പനികളുടെയും സെയിൽസിലിരിക്കുന്നവരുടെ പ്രത്യേകത ചില ദിവസങ്ങൾ അവർക്ക് നല്ല മോശം ദിവസമായിട്ട് അവർക്ക് ഫീൽ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ദിവസങ്ങളെ അവർ എങ്ങനെയാണ് ക്രിയേറ്റീവായിട്ട് മാനേജ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പെർസെപ്ഷനാണ്. അഥവാ നമ്മളെ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റാൻ ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളെ മറികടക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾക്ക് കിട്ടിയ റിസൾട്ടിനെ കുറിച്ചും നമ്മൾ ഉണ്ടാക്കിയ അച്ചീവ്മെന്റ്സിനെ കുറിച്ചും നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു എനർജി കിട്ടുന്ന തോട്ട്സിലേക്ക് നമ്മൾ തോട്ടിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് പെർസെപ്ഷൻ മാറ്റുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മോശം ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ പിവോട്ട് എന്ന് പറയുന്ന റൂൾ നമ്മൾ കൃത്യമായിട്ടും അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് എൻ്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഫസ്റ്റ് തോട്ടുമായിട്ടാണ് ഓരോ ദിവസവും നമ്മൾ ഉണരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രെയിനും നമ്മുടെ മൈൻഡും നമുക്ക് ധാരാളം നമ്മുടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള വഴികൾ കാണിച്ചു തരുന്നുണ്ടാകും എന്നതാണ്. അതുകൊണ്ട് മോശം ദിവസത്തിലൂടെ സെയിൽസിൽ ഇരിക്കുന്നവർ കടന്നു പോകുമ്പോൾ പിവോട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫാർമസിയാണ്. നമ്മളെ ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ഡ്രൈവിന് പോകാം, അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകാം, അല്ലെങ്കിൽ ഒരു യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ജോഗിങ് ആവാം. നമ്മുടെ ബോഡിയെ നമുക്കൊന്ന് മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന പല സ്ട്രെസ്സുകളും അതിലൂടെ റിലീസായി പോകുന്നുണ്ടാകും എന്നുള്ളതാണ്. ഇതും ശരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടും ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഡേ ഒരു നല്ല ദിവസമാക്കി മാറ്റിയെടുക്കാൻ ഇതിലൂടെ പറ്റിയേക്കാം. അടുത്ത വഴിയാണ് പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്ജക്ഷൻസ് തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ പേജസ് എന്ന് പറയുന്ന റൂള് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രഷ് പേജ് എടുത്തുകൊണ്ട്, ഒരു ബ്ലാങ്ക് പേജ് എടുത്തുകൊണ്ട് നമുക്കുണ്ടാകുന്ന പെയിൻ, കൺഫ്യൂഷൻസ്, നമ്മൾക്കുണ്ടായി വരുന്ന ഫ്രസ്ട്രേഷൻസ് ഇതെല്ലാം കൃത്യമായിട്ടും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്രെയിൻ തന്നെ അതിനുള്ള പല സൊല്യൂഷൻസും നമുക്ക് ആ സമയത്ത് തരുന്നുണ്ടായിരിക്കും. സെയിൽസിലുള്ള ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള മോശം ദിവസങ്ങളെ വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. താങ്ക് യു.